ഗൈസ് അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ നല്ല വിരിച്ച് ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഇനി സൈഡും കൂടി മടക്കി കൊടുക്കണം. ഗൈസ് അപ്പം സൈഡ് നമുക്ക് മടക്കി കൊടുക്കാം. ഗൈസ് അപ്പം ഫുള്ള് മടക്കിയിട്ട് കാണാം. ഗൈസ് അപ്പം നമ്മുടെ സൈഡൊക്കെ നല്ല വൃത്തിയായിട്ട് മടക്കിയിട്ടുണ്ട്. ഗൈസ് അപ്പം ഇതാണ് അടുത്ത പതിപ്പ്. ഇതെൻ്റെ ഫേവറേറ്റ് പതിപ്പാണ് ഗൈസ്. ഇതും കൂടി നമുക്ക് മടക്കി കൊടുക്കാം. ഇത് സാധാ പതിപ്പാണ് ഗൈസ്, ഇത്ര നീളമില്ല. നമുക്ക് ഈ രണ്ട് സൈഡ് നമ്മളത് മടക്കി പോലെ തന്നെയാണ് ഗൈസ്. എനിക്ക് 10 പോലെ ഞാൻ മടക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ 2 പതിപ്പ് മടക്കാനുണ്ടായിരുന്നു. ആ 2 പതിപ്പ് മടക്കി നമുക്കിങ്ങനെ കൊണ്ടുവയ്ക്കാം. അപ്പം കട്ടിലിൻ്റെ ഭാഗം വൃത്തിയായിട്ടുണ്ട്, അതുപോലെ ബെഡും വൃത്തിയായിട്ടുണ്ട്. നമ്മൾ ഈ 2 പതിപ്പുമാണ് മടക്കി വെച്ചത്. നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട്. നമുക്ക് വൃത്തിയാക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതാണ് മെയിൻ ടാസ്ക്. ഇതെല്ലാം കൂടെ അടുക്കി പറക്കി വയ്ക്കണം ഗൈസ്. ഞാൻ അടുത്തതായിട്ട് വൃത്തിയാക്കാൻ പോകുന്നത് നമ്മളെ തറയാണ്. തറയിൽ തൂക്കാൻ കുറച്ച് ചെറിയ ചെറിയ മണ്ണുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ സാധനമൊക്കെ എടുത്ത് മാറ്റിയിട്ട് തൂക്കണം. ഇപ്പം ഞാൻ തൂക്കാനായി തുറപ്പെടുത്തോണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ തറയിൽ കിടക്കണം. ഈ അയൺ ബോക്സൊക്കെ എടുക്കാം. ഇതൊക്കെടുത്ത് ഞാൻ കസേരയൊക്കെ ഗൈസ്. കസേരയിൽ തുണി എടുപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പം ഇതിൻ്റെ പകുതി ഞാൻ വെച്ചിട്ടുണ്ട്. ഈ കവറും എടുക്കാം. എൻ്റെ യൂണിഫോമിൻ്റെ സാധനങ്ങളാണ് ഗൈസ്. ഞാൻ സാധാരണ ഇവിടെയാണ് വയ്ക്കാറ്. ഇവിടെ വയ്ക്കാം ഗൈസ്. അപ്പം ഞാൻ തറയിരിക്കുന്ന ഓരോന്നായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. അമ്മയുടെ ബാഗ് നല്ല ബാഗല്ലേ ഗൈസ്. ഇതേപോലത്തെ തന്നെ നല്ല കല്ലൊക്കെ വെച്ച ഒരു റെഡ് ബാഗുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ തൂക്കിയാണ് ഗൈസ്. ആദ്യം തൊട്ട് ഞാൻ അവിടെ തൊട്ടാണ് ഗൈസ് തൂക്കുന്നത്. കാണിച്ചു തരാം. അവിടെ തൊട്ടാണ് ഗൈസ്. അപ്പം നമുക്ക് പോവാം ഗൈസ്. അപ്പം തൂക്കാം. ചെറിയ ചെറിയ പൊടിയും മലയൊക്കെ ഇതിൽ കിടപ്പുണ്ട് ഗൈസ്. കട്ടിലിൻ്റെ അടിയിൽ നിന്നൊക്കെ ഗൈസ്. ഇന്നലെ എൻ്റെ താലപ്പൊലിയായിരുന്നു. അപ്പം അതിന് പോയിട്ട് വന്നിട്ട്
നമ്മൾ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീച്ചപ്പോൾ ഇവിടെ നിറച്ച് ഇതാണ് ഗൈസ്. ഇതിൻ്റെ ഇലയിലല്ല ചിറക്, ഈ അതിൻ്റെ ചിറക് കുറച്ചുണ്ട് ഗൈസ്. കുറേ തൂത്ത് കളഞ്ഞു, ഇപ്പം 2-3 ഉള്ളൂ. ഗൈസ്, അപ്പം നമ്മളെ റൂമിൽ നിന്ന് കിട്ടിയ പൊടിയൊന്നും ആകെ ഇത്തിരി പോലെയുള്ളൂ ഗൈസ്. അപ്പം ഈ ചുറ്റുപാടിന് ഞാൻ തൂത്തിയിട്ടുണ്ട്, ഒരു ചെറിയ പൊടി പോലും ഇല്ലാതെ. ഇനി നമ്മളെ മെയിൻ ടാസ്ക് വേണ്ടേ ഇതാണ്. ഇനി അതാണ് നമ്മൾ വൃത്തിയാക്കാൻ പോകുന്നത് ഗൈസ്. ഇനി ഈ തുണി, ഈ സാധനങ്ങളൊക്കെ അതാത് സ്ഥാനത്ത് വെക്കണം. നമുക്ക് വെച്ചെടുക്കാം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ ഇതാണ് വെച്ചെടുക്കുന്നത്, എൻ്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഈ 2 അലമാരയിലെ മുകളിലൊക്കെ ആയിട്ടാണ് ഈ രണ്ടും വയ്ക്കുന്നത്. അപ്പം തുണികൾ നമ്മൾ കഴുകാൻ കൊണ്ടിടും ഗൈസ്. കഴുകാനുള്ള തുണിയാണ്. അപ്പം ഞാൻ തുണി കൊണ്ട് വയ്ക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ സാധാരണ ഇവിടെയാണ് വയ്ക്കാറ്. വേണ്ടേ, ഇത് തുണി വിരിച്ചിട്ടേക്കുന്നതാണ് ഗൈസ്. ഇതും എൻ്റെ അമ്മ സ്റ്റിച്ച് ചെയ്തതാണ്. ഇത് 3 എൻ്റെ അമ്മ സ്റ്റിച്ച് ചെയ്തതാണ് ഗൈസ്. അപ്പം കൊണ്ടുവച്ചു നമ്മൾ അകത്തോട്ട് പോവുകയാണ്. ഇവിടെ ഒരാൾ ചോറടിക്കുകയാണ് ഗൈസ്. അതും TV കണ്ടുകൊണ്ട്. ഗൈസ്, ഇനി ഇത് അലമാരയുടെ മണ്ടയ്ക്ക്. അപ്പം ഞാൻ എൻ്റെ മണ്ടയിൽ കയറിയിട്ടാണ് അലമാര മണ്ടയിൽ ഇതൊക്കെ വെക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. കാരണം ഞാൻ ഇപ്പം പൊടി ഉണ്ടാകുന്ന നോക്കാൻ പോവുകയാണ് ഗൈസ്. ഇപ്പം ഇച്ചിരി പൊടിയുണ്ട്, അത് നമുക്ക് തുടച്ച് കളയാം ഗൈസ്. അപ്പം ഞാൻ ഇവിടെയാണ് എൻ്റെ പല സാധനങ്ങളും ഒളിപ്പിച്ചേക്കുന്നത്. എൻ്റെ പശ, പിന്നെ ഞാൻ പണ്ടെപ്പോഴോ വെച്ച സ്റ്റിക്കറാണ് ഗൈസ്, സിൻഡ്രല്ലയുടെ. അപ്പം ഇവിടെ ഇച്ചിരി പൊടിയുണ്ട്, നമുക്കത് തുടയ്ക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തുടയ്ക്കാനായി ഞാനൊരു തുണി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ തുണിയാണ്. അതിന് മുമ്പ് നമുക്ക് ഇവിടെ 2-3 ബുക്കും കവറൊക്കെ ഇരിപ്പുണ്ട്. ഇത് നമുക്കെടുത്ത് മാറ്റണം. മാറ്റിയിട്ട് കാണാം. അപ്പം ഞാൻ തുടയ്ക്കാണ്. നല്ല റിസ്ക്കാണ് ഗൈസ് എൻ്റെ മണ്ടയിൽ ഇങ്ങനെ തുടയ്ക്കാൻ. തുടച്ചിട്ട് കാണാം ഗൈസ്. അപ്പം ഞാൻ തുടച്ചിട്ടുണ്ട്, ഒരു പൊടി പോലും ഇല്ല ഗൈസ്. അപ്പം തുടയ്ക്കാൻ നല്ല റിസ്ക് ആയിരുന്നു. ഞാൻ തുടച്ചിട്ടുണ്ട്. വേണ്ടേ, ഇതിൽ അഴുക്ക് കാണാൻ പറ്റില്ല, അഴുക്കായിരുന്നു. ഭാഗത്തൊക്കെ അഴുക്കായിട്ടുണ്ട്. അപ്പം ഇപ്പോൾ തുടച്ചു. ഈ തോർത്തിലാണ് തുടച്ചത്. നമുക്ക് എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ടെന്ന് നോക്കാം ഗൈസ്. കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഈർത്തൊലിച്ചു. നമുക്ക് എൻ്റെ മണ്ടയിൽ കയറാം. ഗൈസ് മണ്ടയിൽ കയറിയിട്ടുണ്ട്. കാണിച്ചു തരാം എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം ഗൈസ്. എൻ്റെ ഒരു പൊടി പോലും ഇല്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഒരു തുള്ളി പൊടി പോലും ഇല്ല. അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഗൈസിന് ഈ സാധനങ്ങളൊക്കെ എടുത്ത് എൻ്റെ മണ്ടയിൽ വെക്കണം ഗൈസ്. അതിന് മുമ്പ് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് അത് മുകളിൽ വയ്ക്കാം ഗൈസ്. ഞാൻ അത് മുകളിൽ വയ്ക്കാൻ 2-3 മിനിറ്റ് എടുക്കും. ചോറ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നല്ല മണം വരണുണ്ട്. അമ്മ താഴെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിരിക്കണതെന്ന് നോക്കാം. അതിൻ്റെ സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ നേരെ പോവാം ഗൈസ്. അപ്പം ഞാൻ താഴെ വന്നിട്ടുണ്ട്. നല്ല മണം അടിക്കുന്നുണ്ട് ഗൈസ്. ഗൈസ് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ചിക്കൻ കറിയാണ് ഗൈസ്.
അച്ഛനാണെങ്കിൽ എൻ്റെ ചോറെടുക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പം 1 മണിയായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പം ഇതാണ് ചിക്കൻ കറി. ഇവിടെ അച്ചാറുണ്ട്, വീട്ടിൽ ഉണ്ടാക്കിയ അച്ചാറാണ് ഗൈസ്. നമുക്ക് മരിച്ച് നോക്കാം. വേണ്ടേ? അപ്പം ഇത് ഇത്ര ആയിട്ടുണ്ട്. നമുക്ക് ആഹാരം കഴിക്കാം. നമ്മൾ സ്റ്റോർ റൂമിലാണ് അമ്മ എപ്പോഴും ആഹാരങ്ങളൊക്കെ വയ്ക്കാറുള്ളത്. നല്ല സ്മെല്ല് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഒരു പാത്രം എടുക്കാം. ഞാൻ എപ്പോഴും ഈ പാത്രത്തിലാണ് കഴിക്കാറുള്ളത്. ഞാൻ ആദ്യം തന്നെ ചോറെടുത്തെടുക്കാം. ഞാൻ എപ്പോഴും ഇച്ചിരി പുല്ല് ചോറേ കഴിക്കാറുള്ളൂ. അപ്പം ഇനി ഒരു തവിയും കൂടെ വെച്ചാൽ മതി. എനിക്ക് ഇത്രയും ചോറും മതി ഗൈസ്. അടുത്ത് നമുക്ക് ചിക്കൻ കറി എടുക്കാം. എനിക്ക് ഈ ചിക്കൻ കറിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പീസ് എന്ന് വെച്ചാൽ കഴുത്താണ് ഗൈസ്. കഴുത്തേണ്ടേ. ഞാൻ എപ്പോഴും നടുക്കാണ് ചിക്കൻ കറിയൊക്കെ വയ്ക്കാറുള്ളത്. എനിക്കിഷ്ടം ചാറാണ് ഗൈസ്. അടുത്ത് ചിക്കൻ ഫ്രൈ നോക്കാം ഗൈസ്. ചിക്കൻ ഫ്രൈയിൽ അടപ്പെടുത്തപ്പോഴേ നല്ല ചൂടാണ് ഗൈസ്. ഒരു പീസ് എടുക്കാം ചിക്കൻ ഫ്രൈ. കറിലൊക്കെ കിടക്കുന്ന പീസ് കറിൽ ഒരു പീസ് കറിലെടുത്തു. പിന്നെ ചെറിയ ഒരു ലെഗ് പീസും. ഗൈസ് ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാങ്ങാച്ചാറും കൂടെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടാണ് മാങ്ങാച്ചാർ. ഇത് തുറക്കാം ഗൈസ്. ഞാൻ എന്തൊരു തോനെടുത്തില്ലെങ്കിലും മാങ്ങാച്ചാർ ഇത്തിരി തോനെ എടുക്കാം. നല്ല മണമുണ്ട് ഗൈസ് മാങ്ങാച്ചാർ. ഞാൻ ഇത്രയും മാങ്ങാച്ചാറാണ് എടുക്കുന്നത്. ഓക്കെ. ഗൈസ് ഇത്ര എടുത്തപ്പോൾ ഒരു സാധനം എടുക്കാൻ മറന്നു. നമ്മളെ മരിച്ചിനി അധികം തിന്നില്ല. 1-2 പീസ് തിന്നുള്ളൂ. ഞാൻ മരിച്ചാണ് എടുക്കാം ഗൈസ്. അതെ ഇത്ര മാത്രമേ ഞാൻ എടുത്തോളൂ. ഞാൻ എന്തൊക്കെ എടുത്തതെന്ന് കാണിച്ചു തരാം ഗൈസ്. അപ്പം ഇത്രയും സാധനങ്ങൾ ആണ് എടുത്തിട്ടുള്ളത്. നമുക്കത് തിന്നാം ഗൈസ്. അപ്പം കഴിക്കാൻ തുടങ്ങാം. ഞാൻ സിനിമ കണ്ടുകൊണ്ടാണ് ഗൈസ് കഴിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാങ്ങ. നല്ല കൊള്ളാം ഗൈസ്. നമുക്ക് ഒരു പറ്റി ചോറ് വെച്ചെടുക്കാം. നമ്മളെ മരിച്ചിനേക്ക് എടുത്ത് സെറ്റായിട്ടുണ്ട് ഗൈസ്. കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പം ഞാൻ ചോറൊക്കെ കഴിച്ചു. ഞാൻ അടുത്ത് ഇതൊക്കെ എടുത്ത് വെക്കുകയാണ് അലമാരയുടെ മണ്ടയിൽ. ഇതും പിന്നെ ഇതൊക്കെയാണ് നമുക്ക് എടുത്ത് വയ്ക്കാനുള്ളത്. എടുത്ത് വയ്ക്കാം ഗൈസ്. ഞാൻ ഈ അയൺ ബോക്സ് മാത്രം
താഴെ വയ്ക്കുകയാണ്. ഗൈസ് ഞാൻ ആദ്യം തന്നെ ഈ സഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ താഴെ ഇരിക്കുന്നേ ഉള്ളൂ. ഗൈസ് ഞാൻ ഈ ബാഗ് എടുക്കാൻ വന്നപ്പോൾ ഒരാളാണെങ്കിൽ എൻ്റെ കതവിലേക്ക് മുട്ടി. അപ്പോൾ ഇവളായിരുന്നു. അമ്മ താഴെ നിന്ന് കുളിപ്പിച്ച് വിട്ട്. അപ്പോൾ അമ്മ ഇതുവരെയായിട്ട് മോളിൽ വന്നിട്ടില്ല. ഈ വീഡിയോ എടുക്കുന്ന കാര്യവും അമ്മ ഇതുവരെയായിട്ട് അറിഞ്ഞിട്ടില്ല. കതവ് പൂട്ടിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവള് വന്ന് തുറന്നത്. അണ്ടേ ഞാൻ അടുത്ത് ഇത് കെട്ടി വയ്ക്കും ഗൈസ്. എൻ്റെ ഇവള് വാരി കെട്ടി വെക്കുന്നതാണ് ഗൈസ് ഇപ്പം കാണുന്നത്. അണ്ടേ ഗൈസ് ഇനി അടുത്തതായിട്ട് ഈ ബാഗാണ് എടുക്കാൻ പോകുന്നത്. ഈ ബാഗിൻ്റെ സിബ് തുറന്നെടുക്കുകയായിരുന്നു. അപ്പം ഈ ബാഗിനകത്ത് എത്ര സാധനം വേണമെങ്കിലും കൊള്ളും. അത്രയ്ക്കും വലിയ ബാഗാണ് ഗൈസ്. നമുക്കിത് അടച്ച് വയ്ക്കാം. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാഗാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വേണ്ടേ ഉപയോഗിച്ചുകൊണ്ട് പോകുന്നതാണ്. സ്പ്രേ അടിക്കണോ ഗൈസ്? ഇവളാണെങ്കിൽ ഗൈസ് ബോഡി സ്പ്രേ എടുത്തിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ബോഡി സ്പ്രേ ഇത് സ്പ്രേക്ക് അടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മണം. ഇത് എന്തൊരു പെർഫ്യൂം അടിച്ചാലും കയ്യിൽ തേക്കാൻ പറയും. നല്ല മണമുണ്ട് ഗൈസ്. തരാൻ കൂടെ കോതച്ചന ഗൈസ്. അല്ല ഇവിടെ നിങ്ങൾ പൊതിച്ചരണോ അതോ എന്നെ പോലെ പൊതിച്ചരണോ? ഇവിടെ എന്നെ പോലെ എന്നല്ലേ ഇപ്പഴത്തല്ലേ കൊതുക്. ഞാനിങ്ങനെ ചരിഞ്ഞു ഗൈസ്. ഇവളൊരു സ്വഭാവമാണ്. ഇങ്ങനെ പോതി ഇങ്ങനെ അങ്ങ് പോവും, ഇങ്ങനെ പോതി ഇങ്ങനെ അങ്ങ് പോവും. ഇങ്ങനെ ഉടക്ക് എത്ര ഉടക്കെടുത്താലും ഉടക്കാവാത്ത. ഇവളെ ഹെയർ ഇങ്ങനെ ചുരുണ്ട് എടുക്കുന്നതുകൊണ്ടാണ്. ഇവക്ക് കുളിക്കുമ്പോൾ ഇങ്ങനെ പിടിച്ച് വെച്ച് നോക്കിയാൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ എല്ലാം ഒരു മുടിയാണ്. ചേത്തിരിഞ്ഞ നമ്മളിങ്ങനെയൊക്കെ കെട്ടിക്കൊടുക്കും രണ്ട് കൊമ്പൊക്കെ. ഞാനില്ലടി ഈ സത്യത്തിൽ എത്ര മുടി ഉണ്ടെന്ന് വെച്ചാൽ ഇത്രയും ഉണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ഇത്രയും നല്ല മുടി. പക്ഷെ ചൂടിനെടുക്കണോണ്ട് അറിയില്ല. അവിടെ പോയിരുന്നു. അപ്പം നമ്മൾ ബാഗ് കൊണ്ട് വെക്കട്ടെ ഗൈസ്. നല്ല മഴയായിരുന്നു. എൻ്റെ വെള്ളമൊക്കെ നല്ല മഴയായിരുന്നു ഗൈസ്. ഇപ്പം മഴയൊക്കെ അങ്ങ് പോവുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് കൊണ്ടുവയ്ക്കാം. ഞാൻ ഇട്ടേക്കുന്ന പാൻറ് നമ്മൾ ഡൽഹിയിൽ പോയപ്പോൾ മേടിച്ച പാൻറ്റാണ് ഗൈസ്. ഈ പാൻറ് ഇട്ടുകൊണ്ട് എൻ്റെ വണ്ടിയിൽ കയറണം അത്ര റിസ്ക് അല്ല. ചെറിയൊരു പട ബാഗ് വയ്ക്കാം. നമ്മൾ ഈ ബാഗ് വെക്കും. ബാഗ് ഇത് മോളിൽ കൊണ്ട് വയ്ക്കാനാണ് ഏറ്റവും റിസ്ക് ഗായ്സ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതുള്ളൂ. പിന്നെയും കഥ കൊട്ടുന്നുണ്ട്. ഞാൻ ഇറങ്ങാം. ഇറങ്ങാം. തുറക്കാം ഗൈസ്. അമ്മ അപ്പം മോളിൽ വന്നിട്ടുണ്ട്. തുണി സ്റ്റിച്ചിങ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് പോയി നോക്കാം. റൂമിൽ എന്ത് ചെയ്യണടി അവിടെ?
ഞാൻ അവിടെ ഫോൺ കണ്ടിട്ടായിരുന്നു. അപ്പോൾ നേരമായല്ലോ മുറി അടച്ചു വെച്ച് പഠിക്കണമെന്നാ പറഞ്ഞു. ഞാൻ നേരത്തെ കൊച്ചു പറഞ്ഞ് ഇങ്ങനെ ചെയ്തോണ്ടിരുന്നു. നേരത്തെ പഠിക്കണം. സാരിയുടെ 2 സൈഡ് അടിക്കും. സെറ്റ് മുണ്ട് അടിച്ചില്ലായിരുന്നു. എന്ത് ഫോൺ ഓൺ ചെയ്തിട്ടില്ല ഗൈസ്. അമ്മയ്ക്ക് ചെറിയൊരു സംശയമുണ്ട് ഗൈസ്. ഞാൻ രാവിലെ തൊട്ട് തുടങ്ങിയ ഒരു പണിയാണ്. ഒരു 11 മണിയൊക്കെ ആയിക്കാണ് ഞാൻ തുടങ്ങിയപ്പം. ഇപ്പം സമയം 1:15 അമ്മയ്ക്ക് ചെറിയ രീതിയിൽ സംശയമുണ്ട്. അപ്പം ഞാൻ ബാഗും കൂടെ എടുത്തിട്ട് വരട്ടെ. നേരത്തെ ഒരു ബാഗ് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ കല്ലൊക്കെ വെച്ച ആ ബാഗാണ് എടുക്കാൻ പോകുന്നത്. ഗൈസ്, അപ്പം ഇവിടെ എല്ലാം ഇന്നലെ പോയിട്ട് വന്നിട്ട് എടുത്ത് ചെക്കൊക്കെയാണ്. താലപ്പൊലി ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു. ഈ സിബ് അടച്ചിട്ടുമുണ്ട്, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടടിക്കും. നല്ല ഭംഗിയിലേക്കാണ്. നല്ല കല്ലും മുത്തൊക്കെ വെച്ച ഇതും നമ്മൾ ഡൽഹിയിൽ നിന്ന് വച്ചതാണ്. ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചത് മെഷീൻ. ഇതൊക്കെ നമുക്കങ്ങ് കൊണ്ടുവയ്ക്കണം. അതെ, ഇത് മാത്രമല്ല ഇനിയും ഉണ്ട്. ഇത് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഇന്നലെ താലപ്പൊലിക്ക് പോയിട്ട് വന്നപ്പോൾ കിട്ടിയൊരു ചിത്രമാണ് ഗൈസ്. ഞാനും എൻ്റെ അനിയത്തിയും ഉണ്ടായിരുന്നു താലപ്പൊലിക്ക്. അവൾ പകുതി വഴിക്ക് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് 2 എണ്ണം കിട്ടിയിട്ടുണ്ട് ഗൈസ്. നല്ല ഭംഗിയില്ലേ? നമ്മളെ കുടുംബക്ഷേത്രത്തിലെ ഫോട്ടോയാണ് ഗൈസ്. ഗൈസ്, അപ്പം നമുക്കിത് കൊണ്ടുപോകാം. ഓരോന്നിലും ഓരോ സെക്ഷനാണ് ഗൈസ്. ഇവിടെ കട്ടിൽ വെച്ച് ഇനിയാണ് നമ്മളെ മെയിൻ പരിപാടി. സ്റ്റാൻഡ് വൃത്തിയാക്കണം. ഇനി ഈ ഒരു ബാഗും കൂടെ എടുത്ത് വെച്ചിട്ട് വേണം സ്റ്റാൻഡ് റെഡിയാക്കാൻ. നമുക്കെടുത്ത് വെക്കാം. ഇത് അടയ്ക്കട്ടെ സിബ്. ഗൈസ്, അപ്പം സിബ് അടയ്ക്കുകയാണ്. ഇതും അതേപോലെയാണ്. പക്ഷെ അതിനകത്ത് ഒരു അറ പോലും ഇല്ല. ഇതിനകത്ത് ചെറിയൊരു അറ ഉണ്ട്. നമ്മൾ എല്ലാ അറ അടച്ചിട്ടാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാഗാണ് ഗൈസ് ഇത്. നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാം. അപ്പം ഞാൻ മണ്ടയിൽ വെക്കട്ടെ ഗൈസ്. അപ്പം ബാഗ് എടുത്ത് മണ്ടയിലേക്ക് വെക്കട്ടെ. ബാഗ് ഞാൻ വെച്ചു. ഇനി നേരെ ഒതുക്കി വയ്ക്കണം. അപ്പം എന്തായാലും വെറും കൈയുടെ മുകളിൽ പോകുകയല്ലേ. ഞാൻ നേരത്തെ വെച്ച ഈ കവറും ഈ ബുക്ക് പിന്നെ ചെറിയൊരു ഡിക്ഷണറിയും കൂടെ എടുത്തിട്ട് സ്റ്റിക്കർ വയ്ക്കാം ഗൈസ്. പിന്നെ നേരത്തെ ഞാൻ ഇവിടെ ഒരു പശ വെച്ചിരുന്നു. ഇനി ഇത് ഇത്രയും കൊണ്ട് നമുക്ക് മുകളിൽ പോകാം. പിന്നെ ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗിഫ്റ്റ് കിട്ടിയൊരു സ്റ്റിക്കറാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. സ്കൂളിപ്പം അടച്ചു. അപ്പം സ്കൂൾ തുറക്കാൻ വെച്ചേക്കും ഗൈസ്. നമ്മൾ ഒതുക്കിയാണ് വെക്കുന്നത്. സീക്വൻസ് ഉള്ള ബാഗിനകത്തല്ലേ നമ്മൾ വെക്കുന്നത്. ബാഗുണ്ട് മറ്റേ സാധാരണ ഈ അലമാരയിലെ മണ്ട വൃത്തിയിട്ടുണ്ട്. ഞാൻ അലമാരയിലുണ്ട് ഗൈസ്. അവിടെ എൻ്റെ പശയിരിക്കും ഗൈസ്.
ഇനി ആ അലമാരയും കൂടെ നമുക്ക് വൃത്തിയാക്കണം. അത് ഇതിൻ്റെ പിങ്ക് കളറാണ് ഗൈസ്. ഇനി അലമാരയും കൂടെ നമുക്ക് വൃത്തിയാക്കാം. അതിന് മുമ്പ് നമുക്ക് ഏറ്റവും പാടായിട്ടുള്ള ഒരു വിഷയമാണ് ഗൈസ്. ഇവിടെ ഈ സ്റ്റാൻഡ് ഞാൻ 2-3 പ്രാവശ്യം കാണിച്ചു. ഇനി ഇത് ഇത്തിരി പോലെ മണിയേ ഉള്ളൂ, അതുകൊണ്ട് ചെയ്ത് സ്റ്റാൻഡ് ചെയ്യാം ഗൈസ്. ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ മണ്ടയ്ക്കാണ് ഈ സാധനങ്ങൾ അത്ര എടുക്കുകയാണ്. സാധനം എടുക്കുന്നു, അത് ഞാൻ എടുക്കുകയാണ്. ഇതിൻ്റെ ക്യൂട്ടസൊക്കെ ഇരിക്കുന്നു. രാത്രി കുറേ ഉറുമ്പുകൾ വരും ഗൈസ്. ചെറിയ കടിക്കുന്ന ഉറുമ്പ്, അത് നമ്മൾ ഒരു ഇതൊക്കെ അടിച്ച് ചത്തുപോയി ഗൈസ്. ഇത് പകുതി സ്ഥലത്ത് ആ ഉറുമ്പുകളാണ്. ഉറുമ്പുകൾ നമ്മൾ ലാസ്റ്റ് ഗൈസ്. അപ്പം ഇവിടെ 2-3 സാധനങ്ങളുണ്ട്. അടുത്ത് മാറ്റാം. ഇവിടെ അത്ര പൊടി ഇല്ല ഗൈസ്. നമുക്ക് സേഫായിട്ട് താഴത്തേക്ക് താജ്മഹൽ നമ്മൾ താജ്മഹലൊക്കെ വച്ചിട്ട് വന്നതാണ്. ഓരോ സാധനങ്ങളും ഗൈസ്. അപ്പം ഇത്രയും ഞാൻ എടുത്ത് തന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാൻ ഇത്രയ്ക്കാണ് എടുത്തത്. ബുക്ക് 2012 ബുക്ക്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ താജ്മഹലിൽ ഫോട്ടോ എടുത്തിട്ടുള്ളത്. നല്ല രസമില്ല ഇതാണ്. പിന്നെ ഇങ്ങനത്തെ ഞാനൊരു ബാഗ് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് ഡാം സ്റ്റോക്കിൻ്റെ നമ്മളെ ഞാൻ എടുത്തതുണ്ട് ഡാം ടോക്കിൻ്റെ ഇത്. നല്ല മണം ഗൈസ്. ഇതിട്ടാൽ നമ്മളെ ഈ പാടൊക്കെ പോവും. മുഖത്തുള്ള പാടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോവും. എനിക്ക് മുഖത്ത് നല്ല ക്ലീൻ സ്കിന്നായതുകൊണ്ട് പാടൊന്നും ഇല്ല. ഞാൻ ഇത് ഇടാതില്ല, എൻ്റെ അമ്മ ഇതിടും. നല്ല മണമുണ്ട് ഗൈസ്. നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ല മണം. ഇതടച്ചിട്ടുണ്ട്. ഞാൻ അടുത്തതായി എടുത്തത് ഈ ബ്ലാക്കറ്റ്സ് ഒക്കെ പോവാനുള്ള ബ്ലാക്കറ്റ്സ് അല്ലല്ല, ഈ കറുത്ത ഉണ്ട് ഒരു കറുത്ത ഒരു മുഖത്തൊക്കെ വരണതുണ്ടല്ലോ, അതൊക്കെ പോകാൻ ഉപയോഗിക്കുന്നത്. ഇത് പൊള്ളും ആസറ്റ് ഗൈസ്. അപ്പം ഒരാൾ എൻ്റെ കയ്യിലിരുന്ന ക്ലേ മാച്ചുകൊണ്ട് പോവുകയാണ്. അത് അവളെ ക്ലേ തന്നെയാണ്. അമ്മ ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ് ഗൈസ്. അമ്മയ്ക്ക് അറിഞ്ഞണ്ട. അമ്മ വിചാരിച്ച് ചുമ്മാ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ചെടുക്കുകയാണെന്ന്. ഞാൻ അടുത്തെടുത്തത് ഒരു CD ആണ് ഗൈസ്. ഞാൻ അടുത്തെടുത്തത് 2025 ഒരു ഡയറിയാണ് ഗൈസ്. ആദ്യം ഫസ്റ്റ് ട്രിപ്പ് ഇത്രയാണ് എടുത്തത്. ഇനി ഇരിപ്പുണ്ട് ഗൈസ്.
ഇപ്പം സെക്കൻഡ് ട്രിപ്പ് പോയപ്പോൾ അടുത്താണ് വന്നത് ഈ ഒരു ചെറിയ ഡയറി കാണിച്ചു തരാം. ഇത് ഡയറി 2013 എൻ്റെ കോല. ബാക്കിലോ ഇത് മൊത്തത്തിൽ എഴുതി തീർന്ന അല്ല, ഇടയ്ക്ക് വെച്ച് സ്പേസ് ഉണ്ടാണ്ടേ. അടുത്ത് ഒരു പിങ്ക് മാല മുത്തിച്ച് ഇപ്പോൾ ഓൾറെഡി ഒരു മാല ഇട്ടിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്രീമി ഹിമാല. ഡേറ്റ് കഴിഞ്ഞ് ഡേറ്റ് കഴിഞ്ഞെങ്കിൽ എൻ്റെ മണം ഒരു ചെറിയ വ്യത്യാസം പോലും വന്നിട്ട്, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ മണം. ഞാൻ ഇനി അടുത്തും പോവുകയാണ് കേസെടുക്കാൻ. രണ്ട് വീടാ, 2 ബെഡും നോക്ക്. ഓതോടെ ഇട്ടേരാ. എടി ഇതൊന്ന് പിടിക്കോ. അവിടെ കൊണ്ടുപോയി കച്ചേരി ഇതുണ്ടാ. ഇതവിടെ പോയി. എന്തിന് ഒന്നുമില്ല. എന്തൊക്കെ മാറ്റി വണ്ടി. അങ്ങ് കൊണ്ടുപോയി എടുക്കാതെ കൊണ്ടുപോയി. ടോട്ടിലെ പർപ്പിൾ ഹാപ്പിനെസ് ഉണ്ട്. ഇതിൽ തൈര് അല്ലെങ്കിൽ വെള്ളം മിക്സ് ചെയ്ത് മുഖത്ത് തേക്കാവുന്നതാണ്. ഡാർക്ക്നെസ്സൊക്കെ മുഖത്തുള്ളവർക്ക് അത് പോകും. ഒരു പഴയ പെറ്റ്സാണ്, നല്ല ഉപകാരമൊക്കെ ഉള്ള പെറ്റ്സാണ്. ഇതിനകത്ത് കളറും പൈസയും കിട്ടി ഗൈസ്. ഒരു പൈസ ഇത് കുടിക്കിടാൻ ഗൈസ്. 100 രൂപ. 100 100 ചുരുട്ടി കഴിക്കണമെന്ന് മനസ്സിലായില്ല. തിരഞ്ഞ ഇനിയും കിട്ടുമെന്ന് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നു. കിട്ടിയത് ക്രയോൺസ്. കാലി ഇതൊരു സിമ്പിൾ ലുക്ക് പേഴ്സാണ്. ഇതിനകത്ത് ഞാൻ ഒന്ന് മാത്രം കണ്ടെത്തിയിട്ടുണ്ട്. എന്തെങ്കിലും അറിയണ്ടേ, കുറച്ച് മുത്തുകൾ. പണ്ട് എനിക്കിത് ഓർമ്മ ഉണ്ട്. എപ്പോഴോ ചുമന്ന മുട്ട് 5-6 പണ്ട് എപ്പോഴോ ഞാൻ പറക്കിയിട്ടാണ്. ഞാനും എൻ്റെ ഹെൽത്തി ഉണ്ട്. 7 വയസ്സ് എപ്പോഴായിരുന്നു. അപ്പം ഒരു മുത്ത് തറ പോയി. അടച്ചു വയ്ക്കാം. ഈ ഒരു ചോക്ക് വരച്ചിട്ടാണ് നമ്മൾ അവിടെ കിടക്കുന്ന ഇത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതൊക്കെ ഉണ്ടെന്ന്, ചെറിയ ചെറിയ ഉറുമ്പുകൾ. അത് ഇത് വെച്ചാണ് ഒട്ടൊക്കെ. ഇത് വിഷമുണ്ട് കേട്ടോ, കൈ കൊണ്ടെടുത്തിട്ട്. ഇത് ഞാൻ എവിടെയൊക്കെ തരുന്ന നടന്നെന്ന് അറിയാമോ? എൻ്റെ ബർത്ത്ഡേക്ക് എവിടെയൊക്കെ തരുന്നതാണ്.
ബർത്ത്ഡേ ഗേളിൻ്റെ എത്ര എവിടെയെല്ലാം ഞാൻ തിരിഞ്ഞിടണമെന്ന് അറിയാമോ നിങ്ങൾക്ക്? ബർത്ത്ഡേ ഗേളിൻ്റെത് അടുത്ത് അസൈൻമെൻറ്റ് പേപ്പേഴ്സ് എഴുതിയിട്ടില്ലേ? എഴുതിയിട്ടില്ല, ഓരോ ദിവസം മാറ്റതാണ് ഗൈസ്. ഇപ്പോഴും ഓരോണ്ട്. വേറെ അപ്ഡേറ്റ് വന്നത് ഒന്നും എഴുതിയിട്ടില്ല, ഒന്നും എഴുതിയിട്ടില്ല. കാര്യം പേപ്പർ ന്യൂസ് പേപ്പേഴ്സ് കുറേ ഉണ്ട് ഗൈസ്. ഒരു ഷീറ്റ്, 2-3 ഷീറ്റ്. ഞാൻ ഒന്ന് കാണിക്കാൻ മറന്നു ഗൈസ്. ഈ മാസത്തെ ബർത്ത്ഡേക്ക് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തതാണ്. സിമ്പിളായിട്ടുള്ള, എല്ലാ വർഷവും ഞാൻ ഉണ്ടാക്കും. ഒരു ദിവസം ഞാൻ ഡോൾ ഉണ്ടാക്കി കൊടുത്ത് അത് അടുക്കള ഇരിപ്പുണ്ട് ഗൈസ്. ഇങ്ങനെ തുറക്കും. ഞാൻ വായിച്ചതാണ് ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ മദർ, പിന്നെ ഒരു സ്മൈലി ഫേസും അലങ്കാരവും ഉണ്ട്. എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട് ഞാൻ ഫോണിൽ നോക്കി ഉണ്ടാക്കിയതാണ് ഗൈസ്. പുറത്ത് മോം, ഐ ലവ് യു മോം. നല്ല രസമുണ്ട് ഗൈസ്. ഇത് ഈ മാസം ഏപ്രിൽ 24 എന്നാണ് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ. 3 പേര് ബർത്ത്ഡേ ഈ മാസമാണ് കഴിഞ്ഞു. 24, 18, 14 എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ, 18 എൻ്റെ ബർത്ത്ഡേ, പിന്നെ 24 എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ. ഇത്രയാണ് നമുക്ക് ഈ അലമാരയുടെ മണ്ടയിൽ നിന്ന് കിട്ടിയത്. കുറച്ച് അധികം സാധനം കിട്ടി. അതിനേക്കാൾ വിലപിടിപ്പുള്ള സാധനം, ചെറിയ അല്ല വിലപിടിപ്പുണ്ട്. കള്ളനോട്ടല്ല. എൻ്റെ അമ്മ അവിടെ തന്നെ ഉറങ്ങുകയാണ്. എൻ്റെ അമ്മ എണീച്ചിട്ട് ഇത് കാണിക്കുമ്പോൾ ഇത് അന്വേഷിച്ചിട്ട് കിട്ടിയതാണെന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ സന്തോഷം വരും. ഗൈസ് ഇവിടെ കർട്ടൻ്റെ ബാക്കിൽ കുറച്ച് 2 ക്ലിപ്പ് ഇരിപ്പുണ്ട് ഗൈസ്. നല്ല ഭംഗിയില്ലേ? അമ്മാമ്മേരെ വീട്ടിൽ നിന്ന് ഇതാണ്ട് പച്ച അമ്മാമ്മേരെ വീട്ടിൽ നിന്നല്ലേ? നമ്മുടെ അടുത്തില്ല. ഞാൻ രസം കൊടുക്കാം ഗൈസ്. നമ്മൾ ബലൂൺ വെച്ച് 2 ആനയുടെ ബലൂണ് അത് അങ്ങ് വീട്ടിലിരിക്കുകയാണ് ഗൈസ്. മണ്ടർക്കോണത്ത് നമ്മൾ പാന പറയലാണ് ഗൈസ്. നല്ല രീതിക്ക് പെരുമഴ. ഒന്നുമില്ല, നമുക്ക് അവിടെ പൊടിയുണ്ട്, അത് ക്ലീൻ ആക്കണം ഗൈസ്. ഈ അലമാര തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ അലമാര തുടച്ച തുണി എണ്ണയാണ് എടുത്തത്, തോർത്ത്. അപ്പോൾ നമുക്ക് നേരെ വരും തുടയ്ക്കാം. അത്ര പൊടിയില്ല. ഇതിലാകെ കുറച്ച് പൊടി ഉണ്ടായിരുന്നുള്ളൂ. അത് പെട്ടെന്ന് തുടയ്ക്കാൻ പറ്റി. കാണാൻ പറ്റില്ല ഗൈസ്. ഇനി ആ അലമാരയുടെ മണ്ണിനടുത്ത സാധനങ്ങൾ അതേപോലെ തന്നെ തിരിച്ചെത്തിക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ ഇതൊക്കെ ഏറ്റവും ബാക്കി വയ്ക്കാനുള്ള സാധനങ്ങൾ നമ്മൾ എത്ര എടുക്കുകയാണ് ഗൈസ്. അതിന് മുമ്പ് ഈ ഡയറക്റ്റ് എൻ്റെ മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കണം. അസൈൻമെൻറ്റ് പേപ്പേഴ്സ് പിന്നെ ഇതൊക്കെ നമുക്ക് അലമാരയുടെ മണ്ട വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത്രയാണ് എൻ്റെ മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കാൻ പോകുന്നത്. വെച്ചിട്ട് കാണാം.
എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പാട്ട് എടുത്താൽ ഞാൻ അപ്പം കളിക്കും ഗൈസ്. എനിക്കത് ശീലമായിപ്പോയി. ആദ്യം തന്നെ ഇത് ഈ അലമാരയുടെ മണ്ട ഇരുന്നതായിരുന്നു ഗൈസ്. ഈ അലമാര ഇവിടെ അലമാരുണ്ട്, അത് ഇരുന്നതായിരുന്നു. ഈ അലമാര ഉള്ളത് ഇതൊക്കെയാണ്. ഇത് മാത്രം ഈ അലമാര ഉള്ളത്. അപ്പോൾ നമ്മൾ ബാഗ് മാത്രം എൻ്റെ മണ്ട വെച്ചിട്ട് ബാഗും ബുക്കും ഇത് ഇവിടെ വയ്ക്കും ഗൈസ്. നല്ല അപ്പോൾ നമുക്ക് വെച്ചെടുക്കാം. ഇതാണ് കുപ്പി സാധനമായതുകൊണ്ട് നമ്മൾ വെച്ചെടുക്കുകയാണ്. പോക്കറ്റ് ഇടാല്ല, ചെറിയ ചെറിയ സാധനങ്ങൾ പോക്കറ്റ് ഇടാം. പോക്കറ്റ് ഇടാം, പോക്കറ്റ് ഇടാം, പോക്കറ്റ് ഇട്ട് റൂമോട്ട് അവൾ ബ്ലേഡ് എടുത്ത് വെച്ച് കളിക്കട്ടെ. ഞാൻ അവളെ പിടിച്ച് വയ്ക്കട്ടെ ഗൈസ്. പക്ഷേ ഞാൻ അവളെ ബ്ലേഡ് വെച്ചിട്ട് ഈ നഖമട്ടി കൊടുക്കുകയാണ്. ബ്ലേഡിൻ്റെ ഒട്ടും മുറിച്ചില്ല. കണ്ട എടുത്തിട്ട് ഞാൻ കൊടുത്തു ഈ ബ്ലേഡ്. അതേപോലെ അങ്ങ് തിരിച്ചുകൊണ്ടിരിക്കും. ആദ്യം എൻ്റെ പോക്കറ്റിൽ നടക്കട്ടെ. ഇത് കയറുമ്പോണ്ട് ചെയ്ത് നോക്കാം. കയറും. ഇത് പിന്നെ കയറ്റുന്നുണ്ട്. ഇത് തന്നെ കുറേ ആയിട്ടുണ്ട്. പക്ഷേ അത് രണ്ടാമൂന്ന് സമയത്ത് തിരിഞ്ഞോക്കിയാൽ അങ്ങോട്ട് പോക്കറി കാണിക്കല്ലേ. ഫോട്ടോ നോക്കി എപ്പോൾ നോക്കിയാൽ ഞാൻ പറയും പോക്കറി. കെട്ടിച്ചേക്ക് കയ്യിലുള്ളത് താജ്മഹൽ. അത് മാത്രമാണ് ഗിഫ്റ്റ് വന്നേ. പിങ്ക് ഇനി താജ്മഹലും പിന്നെ ഈ ഒരു സാധനം ഈ രണ്ടും കൊണ്ടുപോയി. ഒന്നുകൂടെ പറ്റുമോ കൊണ്ടുപോകാൻ? പല്ലൊരു വളർച്ചയെ ഇത്രയും എടുത്തതാ, പിന്നെ എന്തിനും ഇതും കൂടെ അങ്ങനെ ആലോചിച്ചിട്ടില്ലേ? ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇത് ഒന്ന് മാത്രമാണ് കൊണ്ടുപോകുന്നത്. ഉണ്ടാവുക രക്ഷപ്പെട്ടു. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഫ്രണ്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ബാക്കിൽ വെച്ചിട്ടുണ്ട്. ഈ ജോലിൻ്റെ കമ്പ്യൂട്ടർ ഞാൻ രാവിലെ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഈ വളയിലൊന്ന് പൊട്ടിപ്പോയി. ഇവിടെ ബാൻഡേജ് വെച്ച് ഇങ്ങനെ ഒളിച്ചിട്ടുണ്ട്. ഞാൻ കഴുകി കളഞ്ഞിട്ട് ബാൻഡേജ് വെച്ച് ഉണങ്ങിയിട്ട് ഇത് വേനയില്ല കൈ
അങ്ങ് കൊണ്ടുപോയി റിമോട്ട് കൊണ്ടുപോയി. ഇന്നതാ പോയി കൊണ്ടുപോയി ആണിയൊന്നുമില്ല. ഇപ്പൊ തരാം. ഇങ്ങനെ വെക്കാം. അങ്ങോട്ടില് കളിക്കലെന്ന് പറഞ്ഞ കേൾക്കൂടെ. ഇത് ഞങ്ങൾ കൊണ്ടുപോയി. ഇത് റിമോട്ടിനകത്ത് ബാറ്ററി ഇട്ടു. ബാറ്ററി ഉള്ളല്ലേ ബാറ്ററി അങ്ങനെ വെച്ചില്ല. മതിയോ? മതിയേക്കാ. ഞങ്ങളെ പേടിപ്പിക്കട്ടെ. കാണിച്ചു തരാം. തങ്കം തങ്കം എടി തങ്കം നോക്കിയാണ്. ലല്ല അടി എടി അപ്പം അമ്മയ്ക്ക് ക്ഷീണം വന്ന് അമ്മ ഉറങ്ങിയിട്ടുണ്ട്. ഇന്നലെ യാത്ര ചെയ്ത ഒരു ക്ഷീണം ഉണ്ട്. അപ്പം ഇന്നലെ 1:30-ക്കാണ് വീട്ടിൽ വന്നത് ഗൈസ്. അപ്പം അതിൻ്റെ ക്ഷീണമുണ്ട്. അപ്പം നല്ല മഴ വന്നു. അതുകൊണ്ട് അമ്മ ഉറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മാത്രം ഇങ്ങനെ ഉറങ്ങാതെ കിടക്കാൻ ഗൈസ്. അമ്മ മാത്രം ജോലിയിൽ ക്ഷീണിച്ച് ഇന്നലത്തെ ക്ഷീണം കൂടെയായി കിടന്നുറങ്ങിയിട്ട് ഗൈസ്. ഫാനും ഇട്ടിട്ടുണ്ട്, പതുപ്പം മൂടിയിട്ടുണ്ട് ഗൈസ്. പതുക്കെ ബാക്കി സാധനങ്ങളും കൂടി എടുത്ത് വയ്ക്കാം. ഇത് രണ്ടും ഇതൊന്നും 3 സാമ്പാറിൻ്റെ മിക്ക അത് തീർന്നു. ഇനി മെയിൻ പരിപാടി കൊണ്ട് കിടക്കണേ ഉള്ളു. അതാണ് മെയിൻ പരിപാടി. എന്നുവെച്ചാൽ പോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എത്ര പാട്ടായിട്ടാണ് ഞാൻ കളിക്കാം. ഏത് പാട്ടായിട്ടാണ് അത് തീർന്നു. ഇനി നേരെ വരച്ചേക്കുന്നത് ഇതിലാണ്. അപ്പം നേരെ ഇട്ട് കിടക്കാം. ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് കാണാം. ടോയ്സ് എല്ലാം അടുത്ത് പിന്നെ തറയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് തുടയ്ക്കാൻ നേരത്തെ എടുത്ത തുണിയാണ് നമ്മളിട്ട് തുടയ്ക്കുന്നത്. ഞാൻ തോർത്തിൽ വെള്ളം പിരിഞ്ഞ് ഇടിച്ചിട്ടുണ്ട്. ഇതിൽ വെള്ളം മഴയൊക്കെ പോയി വെയിൽ വന്നിട്ട്
വീഡിയോ എടുക്കണം എന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു ഗൈസ് ഇങ്ങോട്ട് ഓടിച്ചിങ്ങനെ അങ്ങ് ഇരിക്കും. ഉറങ്ങണോ? തുടക്കാം. ക്യാമറ ചെറുത്തിരുന്നേ. ഒരു മാങ്ങ വിളിക്കാൻ പോലെ തോന്നി, വിളിച്ചാലും തോന്നി. ടി വി ഇരുന്ന ഒരു സ്ഥലം മാത്രം വെച്ച് തുടച്ചെടുക്കണം ഗൈസ്. ഇത് കഴുകിയിട്ട് വന്ന് പിന്നെ ഇതാക്കി അടിഭാഗത്തൊക്കെ തുടക്കാൻ അടുത്ത സ്റ്റെപ്പ്. ഗൈസ് അപ്പം നമ്മൾ ടി വി സ്റ്റാൻഡ് മൊത്തത്തിൽ തുടച്ചു. ഇനി വേണം അടുക്കി വയ്ക്കാൻ. തുണികളൊക്കെ കിടക്കുന്നു. ഈ കുഞ്ഞു കുഞ്ഞു പീസസ് തുണിക്ക് കഴുകാൻ കൊണ്ടിട്ടിട്ട് വരാം. ഗൈസ് അപ്പം തുണി വെച്ചിട്ട് വന്നു. ഇനി ഇതടുത്ത് വയ്ക്കാം. ആവശ്യമില്ലാത്ത സാധനങ്ങൾ തറയണം. ഇത് നമ്മൾ ആദ്യം സൈഡുകൾ വെച്ച് ഒന്നിനകത്ത് വയ്ക്കാൻ പോകുകയാണ് ഗൈസ്. മാല അതൊക്കെ ഗൈസ്. ഇപ്പൊ തന്നെ നമുക്ക് വേറെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിസൈനുള്ള സ്ലൈഡ് ഇട്ടിട്ടുണ്ട്. പുതിയതാണ്, പഴയതാണ്, കണ്ടാൽ പുതിയതാണെന്ന് തോന്നുന്നു. അല്ലേ, ഇത് നമ്മൾ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ച സ്ലൈഡാണ്. സഹായിച്ചോ മോള്. ഇത് നമ്മൾ നമ്മളല്ല, ഞാനും അമ്മയും മീഷോന്ന് ഓർഡർ ചെയ്തതാണ്. ഓണത്തിന് കഴിഞ്ഞ ഓണത്തിനാണെന്ന് തോന്നുന്നു ഓർഡർ ചെയ്ത നല്ലൊരു കമ്മലാണ്. നല്ല കളറല്ലേ ഗൈസ്. നെട്ടിച്ചുട്ടിയാണെന്ന് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നത്. നോക്കാം തന്നെ ഗൈസ്. നോക്കട്ടെ, കണ്ണാടി പോയി നോക്കാം. കണ്ണാടി
കിടന്ന് കിട്ടിയെന്ന് പറയാം ഗൈസ്. അപ്പോൾ ഈ ഒരു കവറിനകത്ത് കിടന്ന് കിട്ടിയതാണ്. അമ്മയ്ക്ക് അറിഞ്ഞുകൊണ്ടല്ലോ ഞാൻ വൃത്തിയാക്കണേണെന്ന്. ഞാൻ ഉറങ്ങണമെന്നും പറഞ്ഞിട്ട് ഫോൺ ചാർജ് ചെയ്യണമെന്നും പറഞ്ഞിട്ടാണ് ഗൈസ് വന്നത്. ഇന്നലെ എനിക്ക് താലപ്പൊലിയായിരുന്നല്ലേ, അപ്പോൾ ഇത് വെച്ചോണ്ട് പോയില്ലേ ഗൈസ്, ഞെട്ടിച്ചുട്ടില്ലായിരുന്നു. അതെ കാണിച്ചു കൊടുക്കാം, കുറച്ചും കൂടെ പോക്കാം. ഞാൻ ഇനിയാണ് സഹായിക്കാം. എടുത്തേക്ക് നോക്കൊള്ളാവോ? കൊള്ളാവോ? ഇന്നലെ പോയിട്ട് എനിക്ക് ഉച്ചയ്ക്ക് ആയപ്പോൾ കമ്മലൊക്കെ ഊരി വെച്ച് ജമിക്ക് എഴുന്നിട്ടത്. ഇതൊന്നുകൂടെ വെച്ചിട്ട് ഞാൻ അമ്മയെ കൊണ്ട് കാണിച്ചിട്ട് വരാം. ഗൈസ്, എനിക്ക് ശബ്ദം മിസ്സായിപ്പോയി. അപ്പം ഇത് ഞാൻ കഷ്ടപ്പെട്ട് അടുക്കി പറക്കി വെക്കുന്ന വീഡിയോയാണ്. കമ്മലൊക്കെ ബോക്സിനകത്ത്, അതാ ബോക്സിനകത്ത്. I begin to
TV സ്റ്റാൻഡ് വൃത്തിയാക്കിയപ്പോൾ കിട്ടിയപ്പം എത്ര ഇത് ഇപ്പോൾ പൊടി ഇരിക്കുകയാണ് ഞാൻ കാണിച്ചത്. ഗൈസ് ഇത്രയും കിട്ടിയ സാധനം തൂത്തപ്പോൾ ഇത്ര ഇല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഇത്രയും കിട്ടി. TV സ്റ്റാൻഡ് വൃത്തിയാക്കിയപ്പോൾ എന്തിട്ട് നല്ല അടുക്കോ ഒതുക്കോ ഇരുത്തിയിരിക്കണം. എൻ്റെ നല്ല അഴുക്കല്ല അടക്കോ ഒടുക്കോ ഇരുത്തിയിരിക്കണം. അപ്പം ഇതാ ചന്തി കിങ്ങനി ഗൈസ്. അപ്പം ഇത്രയും പൊടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആദ്യം തൂത്തപ്പോൾ ഇത്രയും പൊടി ഇല്ലായിരുന്നു. അതുമല്ല നല്ല അടക്കോ ഒതുക്കോ ഇട്ടിരിക്കണം. ഉണ്ടേ ഇത്രയും പൊടി നമുക്ക് ഇത് തൂത്ത് വെളിയിൽ തള്ളാം. അപ്പം നമ്മളെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഈ റൂം ഫിനിഷ് ആക്കി വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം എൻ്റെ വളരെ കഷ്ടപ്പെട്ടു തുടച്ചു. അലമാരയിലെ മണ്ടയില പൊടിയൊക്കെ ഞാൻ തട്ടി എൻ്റെ മണ്ടയ്ക്കേറി നിന്ന് തട്ടി കളഞ്ഞു. അത്രയ്ക്ക് പാടെടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. എന്നും കഷ്ടപ്പെടുന്നത് നമ്മൾ അമ്മമാർക്ക് ചെയ്യണം. ഈ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അമ്മമാർക്ക് സഹായം ചെയ്യണം. അടുത്ത പുതിയ വീഡിയോയിൽ